ഞാനാ വൈശാഖൻ. ഞാൻ 2 ദിവസം മുമ്പ് മരിച്ചായിരുന്നു. അക്കരയായിരുന്നു അറിഞ്ഞിട്ടുണ്ടാവില്ല. ഇവിടെ എൻ്റെ കൂടെ മുത്തശ്ശനുണ്ട്, പിന്നെ എൻ്റെ പഴയ ചങ്ങായി മുസ്തഫയുണ്ട്. സുഖമായിരിക്കും നിക്ക. ഞാൻ ജബ്ബാർക്കയുടെ കാര്യം മറന്നേ പോയി. എനിക്ക് ഇവിടുത്തെ ഫിദയുടെ അടുത്തൊരു കാര്യം പറയാനുണ്ട് ജബ്ബാർ. ഓൾ അക്കരെന്ന് വന്നപ്പോ തുടങ്ങിയതാ ഒരു സൂക്കേട് പോലെ. എപ്പോ നോക്കിയാലും ഒരു തുമ്മലും ചീറ്റലും. ഓളുടെ കൂടെ ഏതോ സെയ്ത്താൻ കൂടെ ഉണ്ടെന്നാ തോന്നണേ. ജബ്ബാർക്ക് ശരിക്കും ഒന്ന് നോക്ക്. ഉണ്ടായിരുന്നു. പക്ഷേ എന്റെ തലവട്ടം കണ്ടപ്പോ ഇറങ്ങി ഒറ്റ ഓട്ടം. ഇയാള് കാരണം എത്ര ദിവസം ഞാൻ പനി പറയായിട്ട് കിടന്ന്. അവനങ്ങനെ പറ്റിക്കും. പേടിക്കണ്ട, ഇനി ഒരു ഉപദ്രവം ഉണ്ടാവൂല. ആ പട്ടീനെ പുറത്ത് കെട്ടിക്കണം. അത് ജിന്നിന് അത്ര തൃപ്തി ഉണ്ടാവൂല. സാധാരണ ഈ കാര്യങ്ങൾ ജിന്നങ്ങനെ പറയാറില്ല. ഇത് നിങ്ങളുടെ കാര്യമായതുകൊണ്ടാ. 70 കാണുന്നത്. അതായത് 71ാം പിറന്നാളിൻ്റെ അന്ന് സൂര്യാസ്തമനം കാണാനുള്ള ഭാഗ്യം നിങ്ങൾക്ക് ഉണ്ടാവൂല. അതാണ് വിധി. പേടിക്കണ്ട, ഇനിയും കുറെ സമയമുണ്ട്. ഇതിന് നോക്കിയ നന്നായി. എന്തെന്നായി? ഒന്നും നന്നായില്ല. അതല്ല, ഞാൻ ഒന്നും പറയണ്ട. ഇതൊക്കെ എവിടെയെങ്കിലും കേട്ട് കേൾവിയുള്ള കാര്യമാണ് ശ്രീധരൻ. നീ പറ. മരിച്ചവരെ പോലെ ജീവിക്കണം. ഇതൊരുമാതിരി മരണത്തിന് ഇടക്കാത്ത പണിയായിപ്പോയി. ഇതിനൊക്കെ ശ്രീധരനെ പറഞ്ഞാൽ മതി. മുത്തശ്ശന ഇതിനെല്ലാം കാരണം. പിന്നല്ലാതെ നീ ചെക്കനാ ബീവിയുടെ വീടിന്റെ ഓട് പൊളിച്ച് അകത്തേക്ക് ഇറക്കി വിടുന്നത് ഇവിടെ ആരും കണ്ടില്ലാന്ന് എന്റെ വിചാരം. ഹൈ, അതെന്താ നമ്മളെല്ലാരും ഒരുമാതിരി ജീവിച്ചിരിക്കുന്ന ആൾക്കാരെ കൂടെ എല്ലാവരും കുറ്റം പറഞ്ഞോണ്ടിരിക്കണേ. ഇനി എന്താ ചെയ്യാൻ പറ്റുന്നതെന്ന് ആലോചിക്ക്. എന്ത് ചെയ്യാന്? ആ കൊച്ചു മരിച്ച് ഇങ്ങോട്ട് വരട്ടെ. അതെ, അതുവരെ ഇവന് ഇവിടുന്ന് പോകാൻ പറ്റൂല. ഇതല്ല നാട്, ഒരുപാടൊന്നും കാത്തിരിക്കേണ്ടി വരില്ല. എന്നാ പിന്നെ ശ്രീധരേട്ടൻ ഇവിടെ നിൽക്കട്ടെ, അവനൊരു കൂട്ടാവൂല്ല. പക്ഷെ ഒരു പ്രശ്നമുണ്ട്. ആ ബീവിയുടെ വീട്ടിലെ കൊച്ചല്ലേ, അത്ര പെട്ടെന്ന് ഇങ്ങോട്ട് പോരൂല. ആ ബീവിനെ തന്നെ കണ്ടില്ലേ, 90 വയസ്സായി. അത് ശരിയാ. വീട്ടിലെ പെണ്ണുങ്ങൾ പെട്ടെന്ന് മരിക്കൂല. അതിനിപ്പ എന്താ, അവൻ കാത്തിരുന്നുള്ളൂ അല്ലേ വൈശാഖ? എന്ത് കാത്തിരിക്കാൻ? ഈടാ അന്ന് പറ്റൊന്നുമില്ല. പറ്റാതെ പിന്നെ കൊച്ചിനെ കൊല്ലാൻ പറ്റോ? ഇതിപ്പോ ഏതാണ്ട് ഞങ്ങളുടെ ആവശ്യം പോലെ ആയല്ലോ ശ്രീധര. അല്ല, ഈ കൊല്ലുന്നത് നല്ലതല്ലേ? അത് ആലോചിക്കാവുന്ന സംഗതിയാണല്ലോ. അതെ, മരിച്ച ആരും ചെയ്യാത്തൊരു പരിപാടിയാണ്. എന്നാലും കൊല്ലുക എന്നൊക്കെ പറഞ്ഞ അതൊരുമാതിരി മനുഷ്യന്മാരെ ഒരു തെറ്റൂല്ലെന്ന് അവർ ഇങ്ങോട്ടേക്കല്ലേ പറഞ്ഞേ. ആ കൊച്ചിനത് സന്തോഷവും അല്ല. എന്നാ പിന്നെ ശ്രീധരേട്ടാ, അതിനെ കുറിച്ചൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്താ ആലോചിക്കാൻ? നിങ്ങൾക്ക് എന്താ വട്ടായോ? ഒരാൾ കൊല്ലാന് ജീവിച്ചിട്ടപ്പോ ചെയ്തിട്ടില്ല. പിന്നെ അല്ല, അതുപോലെ അല്ലല്ലോ ഇത്. എന്നാ പിന്നെ ഒരു കാര്യം ചെയ്യും, നിങ്ങളെ കുറിപ്പിട്ട ഞങ്ങളുടെ കൊല്ല്. ഇവൻ ഈ പ്രായത്തിൽ ഒരു അബദ്ധം പറഞ്ഞു വെച്ച് എല്ലാവരും കൂടെ എന്നെ പറഞ്ഞ തൂങ്ങുക. എന്റെ പൊന്ന് പറയും ചേട്ടാ, നിങ്ങൾ ഇതിന്റെ കൂടെ കൂടിയല്ലേ. കുറെ കാലമല്ലേ ചത്തിട്ട്, ഇതുവരെ വിവരവും പൊക്കണമൊന്നും വെച്ചില്ല. അതല്ലാണ് ഞാൻ നേരത്തെ നിന്നോട് പറഞ്ഞു. ഏതായാലും ഞാൻ അക്കരക്ക് പോവാ. മുസ്തഫ പറണ്ട, നീ വരുന്നുണ്ടെങ്കി വാ. ഞാൻ ഏതായാലും അക്കരക്ക് പോവാ. എന്താന്ന് വെച്ചു കൊല്ലാൻ നടക്കും ഒരു വിവരമില്ലാത്ത കുറെ. വേണ്ട, ഒരുത്തരം വരണ്ട. ഇവിടെ കെട്ടിപ്പിടിച്ചിരുന്നോ. മരിക്കുന്നതിന് മുമ്പ് എത്ര സർക്കിട്ട് പോയെന്നറിയോ? ഇപ്പൊ അക്കര കണ്ടിട്ട് 3-4 കൊല്ലമായി. എനിക്ക് ശേഷം വന്നവരൊക്കെ ടാറ്റയും പറഞ്ഞ് പോയി. ഇവനൊക്കെ കാത്തിരുന്നു. മുത്തശ്ശനോട് ആരാ ഞാൻ വരുന്നവരെ കാത്തിരിക്കാൻ പറഞ്ഞു? എങ്ങോട്ടെന്ന് വെച്ചാൽ പോയി കൂടായിരുന്നു. അതിനാര് കാത്ത്? അങ്ങേർക്ക് ഇവിടുന്ന് പോവാൻ പറ്റണ്ടേ? എന്താ നീ കാരണം? ഞാൻ കാരണം?
നീ ഇവിടെ കള്ളു കുടിച്ചിട്ട് മുത്തച്ചാന്ന് മോഹിക്കൊണ്ടിരുന്ന ഞാനങ്ങനെ പോരാ. അപ്പൊ എന്റെ സങ്കടം കണ്ടിട്ടാ ശരിക്കും മുത്തശ്ശൻ പോയിരുന്നു? അതല്ലടാ മരിച്ചു കഴിഞ്ഞു ആരെയും നമ്മൾ ഓർക്കണ്ടിരുന്ന നമുക്ക് ഇവിടെ വിട്ട് പോകാൻ പറ്റൂല. ഈ അങ്ങനെ മറക്കാത്തോണ്ട് അങ്ങേർക്ക് അക്കരെ പോകുന്ന കറുത്ത് പോലും കാണാൻ പറ്റില്ല. പിന്നെയല്ലേ സർക്കിട്ട് പോവാൻ. അതല്ലെങ്കിൽ പിന്നെ നീ മരിക്കണായിരുന്നു. ഓഹോ, അപ്പൊ ഞാൻ മരിക്കാൻ വേണ്ടി കാത്തിരുന്നാണല്ലേ? എനിക്കും എപ്പോഴാണെങ്കിലും പോവായിരുന്നു. മരിച്ചു കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞപ്പോ തന്നെ എനിക്ക് അടുത്ത് കാണാൻ പറ്റി. നിനക്കെങ്കിലും എന്നൊന്ന് ഓർത്തിടായിരുന്നോടാ. നിനക്ക് വല്ലതും കാണാം അവിടെ? എടാ പോത്തെ, നിന്നോടാ ചോദിച്ചത്. നിനക്ക് വല്ലതും കാണാമോന്ന്? എനിക്ക് കാണാം. കാണാമോ? മുത്തൻ, എടാ നീ അക്കരെ പോകാൻ നിൽക്കല്ലേ? പോകുന്നില്ലേ? അടുത്ത കടത്തിന് പോവാന്ന് കരുതി. ഞങ്ങളിപ്പോ ഗോവയെന്ന് വരിക. ഗോവയെന്ന്. അവിടെ ഇപ്പൊ സീസണല്ലേ, കാര്യങ്ങളൊക്കെ അടിച്ച് തകർക്കുക. ഇപ്പോഴത്തെ പിള്ളേരല്ലേടാ. അല്ല, നീ ഈ സർക്കിട്ട് പോക്കൊക്കെ നിർത്തിയോ? നിന്നെ അവിടെ ഒന്നും കാണാറില്ലല്ലോ. എടാ, ഞങ്ങളും മനസ്സുണ്ടായിട്ട് വന്നതല്ല. നാളെ കഴിയ ആണ്ടല്ലേ, എല്ലാവരെയും ഒന്ന് കണ്ടിട്ട് പോവാന്ന് വിചാരിച്ചു. എടാ, ഈ സമയത്തല്ലേ ഇവരൊക്കെ നമ്മളെ ഒന്ന് ഓർക്കൂ. അപ്പൊ വരട്ടെ. എന്നാലും അതാരാ? അത് ശരി, ഇത്ര നേരം വർത്താൻ പറഞ്ഞിട്ട് അതാരാന്നറിയാൻ പാടില്ലേ? അതല്ലടാ, അതെന്റെ മുത്തച്ഛനെ. മുത്തശ്ശനോ? അതിനുള്ള പ്രായമൊന്നും ആക്കില്ലല്ലോ. അങ്ങേർക്ക് എന്റെ അച്ഛന് 12 വയസ്സുള്ളപ്പോ പരിചയ. എനിക്ക് പടം കണ്ടുള്ള പരിചയ. അതല്ലടാ, എന്നെ ഇവിടെ ഒന്ന് പറഞ്ഞു വിടാതെ എന്നെ പറ്റി ഓർത്തുകൊണ്ടിരിക്കുന്നത് ഇവനല്ലാതെ വേറെ ആരായിരിക്കും? ഫിദയായിരിക്കും അല്ലേ? ഫിദയായിരിക്കും. മുത്തച്ഛ, ഒരു കാര്യം ചോദിച്ചോട്ടെ? ഓ, അതാണിപ്പോ കാര്യം. ചിലരുത്തി പറഞ്ഞ അവര് പറഞ്ഞതിൽ തെറ്റൊന്നുമില്ല. എടോ, തനിക്ക് കുറച്ചു കാലം കൂടെ കാത്തിരുന്നുകൂടെ? അതല്ലേ വേണ്ടത്. ഞാൻ തന്നെ ഇവക്ക് വേണ്ടി എത്ര വർഷമാ കാത്തിരുന്നെന്നറിയാവോ? ഇങ്ങനെ അവളൊന്നും കാത്തിരിക്കാൻ പറ്റില്ല. അല്ല മുത്തച്ഛ, അവനങ്ങനെ കാത്തിരിക്കാൻ പറ്റില്ല എന്നാ പറഞ്ഞു. അതല്ല, അത്രക്ക് ഇഷ്ടമായതുകൊണ്ടാ മുത്തച്ഛ. അതെ, അത്രക്ക് ഇഷ്ടമായതുകൊണ്ട് മുത്തച്ഛ. അങ്ങനെയാണെങ്കിൽ ഇപ്പൊ എന്റെ അറിവിൽ ജീവിച്ചിരിക്കുന്നവരോട് സംസാരിക്കാൻ കഴിയുന്ന ഒറ്റയാളേ ഉള്ളൂ. ആരാത്? ഊമൻ. കൂമന? വലിയ ഊമൻ.